പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-7 വചനങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തി തന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെയും 7-ാമത്തെയും വളരെ പരിചിതമായ 2 വാക്യങ്ങളാണ്. വായിച്ചു കേൾക്കാം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. മതി. നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതമായ 2 വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. പൊന്തിയാസ്, ഗലാത്യ, കപ്പദോക്യ, ആസ്യ, മിഥുന എന്നിവിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് തിരുവല്ലായിൽ കൂടുന്ന ദൈവമക്കളോട് പറയാൻ ഒരാത്മിക സന്ദേശമുണ്ട്. അത് വെളിപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ 6, 7, 8, 9 വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പം നാം ചെയ്യേണ്ട കാര്യങ്ങളും ദൈവം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കാൻ പഠിക്കണം. 2, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ സകല ചിന്താകുലവും ദൈവത്തിന്മേൽ ഇട്ട് ജീവിക്കാൻ പഠിക്കണം. നിർമ്മതരായും ഉണർന്നിരിക്കുവാൻ പഠിക്കണം. കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന വണ്ണം ആരെ വിഴുങ്ങണമെന്ന് കരുതി ചുറ്റി നടക്കുന്നുണ്ട്. എന്നിട്ട് താഴെ എഴുതി, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായി അവരോട് എതിർത്ത് നിൽക്കണം. ഈ ഭാഗങ്ങളെ എല്ലാം പഠിക്കുവാൻ പറ്റത്തില്ലെങ്കിലും ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എനിക്ക് എൻ്റെ ആത്മീക ജീവിതത്തിൽ ഏറ്റവും കരുത്തു പകർന്നൊരു ചിന്തയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതും എന്നുള്ള ചിന്ത. അടുത്തിരിക്കുന്ന നാളെ തൊട്ട് പറ, ദൈവം നമുക്ക് വേണ്ടി കരുതും. ഒരു ദൈവപൈതൻ്റെ 100% ടെൻഷൻ ഫ്രീ ആക്കാൻ പറ്റുന്നൊരു വചനമാണ് നമുക്ക് വേണ്ടി ദൈവം കരുതും എന്നുള്ള ഉറപ്പ്. സ്തോത്രം. ഒരു കുഞ്ഞ് ജനിക്കുമ്പം ആ കുഞ്ഞിനെ അപ്പനും അമ്മയ്ക്കും പിള്ളേരെ പറ്റി കരുതലുള്ളത് കൊണ്ട് ഒന്നേ അവനെ LIC ചേർക്കും, അല്ലേ അവനെ ദൈവത്തിന് സ്തോത്രം SBI ഏതെങ്കിലും ഇൻഷുറൻസ് ചേർക്കും. എന്തിനാണെന്നറിയാമോ? 18ാമത്തെ വയസ്സിലെത്തുമ്പോൾ അവന് ഹയർ സ്റ്റഡീസിനുള്ള കാശ് അന്നേരം കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അത് കരുതലുള്ള അപ്പനും അമ്മയും ചെയ്യുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ചില പിള്ളേർ, ഈയിടെ ഒരു ബ്രദർ എന്നെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ മോനെ സ്തോത്രം ഹയർ സ്റ്റഡീസിന് വിടാൻ പോവാ. ഞാൻ ചോദിച്ചു, അച്ഛാ എങ്ങനെ ലോൺ എടുത്തായിരുന്നു? അല്ല പാസ്റ്ററെ, ഇവൻ ജനിച്ചപ്പോഴേ ഞാൻ LICയിൽ ഒന്ന് ചേർന്നായിരുന്നു. സ്തോത്രം. ഇപ്പോൾ ആ പൈസയൊക്കെ മച്ചുറായി. ഇവനെ പഠിപ്പിക്കാനും ഇവൻ്റെ കല്യാണം കൂടെ നടത്താനുള്ള കാശുണ്ട്. നിങ്ങൾ നോക്കണം. അപ്പോൾ ചോദ്യം, LIC ചേർന്നില്ലേ എന്തോ ചെയ്യും? SBI ചേർന്നില്ലേ എന്തോ ചെയ്യും? ഇതിലെല്ലാം ദൈവമക്കളൊക്കെ വികാരം കൊള്ളിക്കുന്ന മറ്റൊരു ദൂതുണ്ട്. എന്താണെന്നറിയാമോ? എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ഇന്ന് ഉറപ്പേറ്റെടുക്കണം. മനുഷ്യൻ്റെ കരുതലുകൾക്ക് പരിമിതിയുണ്ട്. ദൈവത്തിൻ്റെ കരുതലിൻ്റെ പ്രത്യേകത തക്ക സമയത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. 100 ചിന്തകളിൽ ആശങ്കയുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. ഞങ്ങളുടെ ഭാവി എന്താവും? ഇനി ഒരു വീടിന് വേണ്ടി യാക്കോബ് ഒരിക്കൽ ചോദിച്ചു, ഇനി ഞാൻ എപ്പോൾ എനിക്ക് വേണ്ടി കരുതും? ദൈവത്തിന് സ്തോത്രം. എപ്പോഴും മനസ്സിന് ഒരു ചോദ്യം, വയസ്സ് 55, ഇനി എന്ന് കരുതും? പേടിക്കണ്ട, വചനം നിനക്ക് ഉറപ്പ് തരിക, നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ കരുതൽ പഠിച്ചാൽ ഇരുന്ന് കേൾക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നിന്നേ കേൾക്കത്തുള്ളൂ. അതുപോലെ വേദപുസ്തകം പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നൊരു ഭാഗമുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും. സ്തോത്രം. ദൈവത്തിൻ്റെ കരുതൽ പഠിച്ചാൽ നിൻ്റെ ജീവിതം അത്ഭുതമാകാൻ ദിവസങ്ങൾ മതി. സ്തോത്രം. ഞാനിതിനകത്ത് കരുതൽ എന്നുള്ള ഭാഗമല്ല ഇന്ന് പ്രസംഗിക്കുന്നത്. എന്നാലും കരുതലിനെ കുറിച്ചൊരു കാര്യം പറയാം. നമ്മളെല്ലാം ജീവിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തവും നമ്മളെല്ലാം ദൈവം പാർക്കുന്ന സ്ഥലം വ്യത്യസ്തവുമാണ്. ഓരോരുത്തർക്കും ഓരോ വിദ്യാഭ്യാസം, ഓരോ കഴിവ്, ഓരോ പേഴ്സണാലിറ്റി എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരുതൽ പറയാം, അവരവർക്ക് എന്താവശ്യമുണ്ടോ ആ ആവശ്യം അറിഞ്ഞ് ആവശ്യം ഉള്ള സമയത്ത് അവിടെ ദൈവം കരുതി വെക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പല വിഷയത്തിലും ദൈവം കരുതി വെച്ചിട്ടുണ്ട്.
നിങ്ങൾ ഒത്തിരി ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ദൈവം കരുതിയിട്ടുണ്ട്. അതൊരു ദൈവവൈദ്യൻ്റെ അകത്തെ വലിയ ഉറപ്പാണ്. നിനക്ക് വേണ്ടി ആര് കരുതും? എനിക്ക് വേണ്ടി ദൈവം കരുതും. നിനക്ക് വേണ്ടി ആരൊരുക്കും? ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. ഇന്ന് ഈ പ്രയർ തീരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ കരുതൽ കാണുവാനുള്ള ഭാഗ്യം ദൈവം നിനക്ക് ഒരുക്കി തരട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ, ഞാൻ അതിനകത്ത് വേദപുസ്തകത്തിനകത്ത് ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. കരുതലല്ല പ്രസംഗിക്കുന്നത്, അടുത്ത ഭാഗമാണ് പ്രസംഗിക്കുന്നത്. ദൈവം നമ്മെ ഉയർത്തുമെന്നാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. കരുതലിനെ കുറിച്ച് ഒരു വാക്യം ഞാൻ പറയാം. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മോറിയാമലയെ കൊണ്ട് എടുക്കണ്ട, മോറിയാമലയെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, യാഗത്തിന് വേണ്ടത് ഒരാടാണ്. ആ മോറിയാമലയുടെ നെറുകയിൽ അബ്രഹാമിൻ്റെ ആഗ്രഹം അറിഞ്ഞ് ഒരാടിനെ ദൈവം ഒരുക്കി വെച്ചു. എന്നാൽ ഒരു ഹാഗർ കരയുന്നത് ആടിന് വേണ്ടിയല്ല, കുഞ്ഞു മരിക്കാതിരിക്കാൻ ഇച്ചിരി വെള്ളം വേണം. പക്ഷെ അവക്ക് വേണ്ടി അവൾ ഇരുന്ന സ്ഥലത്ത് തമ്പുരാൻ നേരത്തെ ഉറവ തുറന്നിട്ടിരുന്നു. ഇസ്രായേൽ മക്കൾ ചോദിക്കുക, ഈ മരുഭൂമി ഞങ്ങൾ വെന്ത് മരിക്കാതിരിക്കുന്നതിന് തൊണ്ട നനയ്ക്കാൻ ഇച്ചിരി വെള്ളം തരുമോ? തമ്പുരാൻ പറഞ്ഞു, നീ കാണാത്ത തീക്കൽ പാറ എൻ്റെ വെള്ളത്തിൻ്റെ സംഭരണശാലയാണ്. ഓ, ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ പഠിച്ചാൽ മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയോ? ഏലിയാവ് ഇസബേലിനെ പേടിച്ച് ഒരു സ്ഥലത്ത് പോയി കിടന്നുറങ്ങുക. നിങ്ങൾ കേൾക്കണം, അവനിപ്പം വേണ്ടത് ഇച്ചിരി അപ്പവും ഇച്ചിരി വെള്ളവുമാണ്. മരുഭൂമിയിൽ മേശയൊരുക്കുന്നവനാ ദൈവം തട്ടി ഉണർത്തിയച്ച് കനലിന്മേൽ ചുട്ടുപൊങ്ങിയ അപ്പത്തെയും വെള്ളത്തെയും എത്തിച്ചു കൊടുക്കുമെങ്കിൽ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം എത്തിച്ചു കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഒട്ടും ആശങ്കപ്പെടണ്ട. കാനായിലെ കല്യാണ വീടിൻ്റെ ആവശ്യം വീഞ്ഞിൻ്റെ വർധനമാണെങ്കിൽ ആ വിരുന്ന് വീട്ടിൽ വന്ന് വീഞ്ഞിന് വർധനമുണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയാം, ആശങ്ക വേണ്ട, ദൈവം കരുതും. ദൈവം കരുതും. ദൈവം കരുതും. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം കരുതും. ഹല്ലേലൂയ. ആ ഭാഗം അങ്ങനെ പറഞ്ഞു വിടുവാണ്. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഒന്നും പേടിക്കണ്ട, ദൈവം കരുതും. രണ്ടാമത്തെ സന്ദേശമാണ്, മനസ്സിലെ കുറച്ച് ടെൻഷനൊക്കെ അങ്ങോട്ട് കർത്താവ് കരുതും. ദൈവം കരുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരുതും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ലൈഫിൽ ചെറുതെന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ കരുതലായിട്ട് ലൈഫിലുണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുന്ന കാലയളവിൽ സ്കൂട്ടറിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, ഞാനന്ന് ഇലവന്തിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ചിൻ്റെ ഒരു പാഴ്സണേജിൽ താമസിച്ച് ഞാൻ ശുശ്രൂഷിക്കുക. ഞാൻ തൃശ്ശൂർ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയി. എൻ്റെ ബൈക്ക് കൊണ്ടുപോയി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിൻ കയറി, സ്തോത്രം, സ്തോത്രം, തൃശ്ശൂർ യോഗത്തിന് പോയി. ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചാൽ വമ്പി കൊണ്ടുവച്ചേ. അന്നൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്, നമ്മൾ പോയി കഴിയുമ്പം പെട്രോളിൻ്റെ വയറ് പോകുന്ന ഭാഗം ഊരിവെച്ച് മിടുക്കന്മാർ പെട്രോൾ കൊണ്ടുപോകും. സ്തോത്രം. അന്നൊക്കെ അങ്ങനെ. തിരിച്ചു വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം രാത്രി 1:45 2 മണിയായി. ബൈക്ക് യാത്ര ചെയ്ത് എലവന്തിട്ടയ്ക്ക് വരുന്ന റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ ഒരു മനുഷ്യക്കുഞ്ഞുങ്ങൾ പോലും ഇല്ലാത്തൊരു സ്ഥലമുണ്ട്. സ്തോത്രം. അവിടെ വന്നപ്പോൾ സൂക്ഷം പോലെ വണ്ടി ഓഫായിപ്പോയി. ഈ ചീവിയിടയ്ക്കുന്ന ശബ്ദവും കേൾക്കാനൊക്കെ സുഖമാണ്, അനുഭവിച്ച് നോക്കണം. ഈ വണ്ടി സ്റ്റാർട്ട്, പണ്ട് പാസ്റ്റർമാരൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, പെട്രോൾ തീരുമ്പം ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ടോ? ഞാനും അതുപോലെ ഒത്തിരി ആത്മാവിലൊക്കെ നിറഞ്ഞ് നോക്കി, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഞാൻ സ്റ്റാൻഡിന്മേൽ എടുത്ത് കയറി ഇരുന്നുകൊണ്ടിരിക്കുക. ആരെ വിളിക്കാനാ? ഫോണിന് റേഞ്ചും ഇല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ശ്രദ്ധിക്കുക. അന്നൊക്കെ ഇപ്പോഴും റേഞ്ചില്ല പലയിടത്തും. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക, കർത്താവെ എന്നാ ചെയ്യും? പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കയറുന്നത് ഹല്ലേലൂയ പറയാം, അന്നേരം രക്ഷയുള്ളൂ. കാര്യം ആരും കേൾക്കാനില്ലല്ലോ. ചീവീടാലേക്കാട്ടി ഒച്ചത്തി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നോക്കിയ ദൂരെ നിന്നൊരു ചെറിയ ടോർച്ച് വെട്ടം വരുന്നു. നിങ്ങൾ നോക്കുക, അർദ്ധരാത്രി വിജനമായ സ്ഥലത്ത് രാത്രി 2 മണിക്ക് ഒരു ടോർച്ച് വെട്ടം കൂടെ കണ്ടാലോ? എൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ. ഞാനൊന്നും പറയുന്നില്ല. നോക്കിയപ്പോൾ ആ വെട്ടം അടുത്തടുത്ത് വരും. ആ വെട്ടം ഇങ്ങനെയാ വരുന്നത്. അപ്പം വരുന്നവനും പേടിച്ചിട്ടാ വരുന്നത്. അതാ അടുക്ക വന്നപ്പോൾ ഒരു മനുഷ്യനും ബൈക്കും, അയാളും പേടിച്ചു പോയി. അയാളോട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ അറിയത്തില്ല, വണ്ടി നിന്നുപോയി. അയാളുടെ ഒരു കന്നാസും ഒക്കെ ഉണ്ട്. ഞാൻ ടാങ്ക് തുറന്ന് പുള്ളിയൊക്കെ ലൈറ്റ് അടിച്ചു, ഒരു തുള്ളി പെട്രോളില്ല. ഞാൻ ചോദിച്ചു, ചേട്ടനോട് പോയി വരിക. എൻ്റെ ഓട്ടോറിക്ഷ അപ്പുറത്ത് 12 മണിക്ക് പെട്രോൾ തീർന്നിട്ട് ഞാൻ എലവന്തിട്ട പോയി ഒരുത്തനെ, അന്ന് പെട്രോൾ വിൽക്കുന്നൊരു സ്ഥലമുണ്ട്, കട തുറപ്പിച്ച് ആ കടയ്ക്കകത്തുനിന്ന് 3 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് നടന്നു വരിക. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാനൊരു 1/4 ലിറ്റർ 1/2 ലിറ്റർ തരാം, വീട്ടിൽ പോകും.
അതിൽ പെട്രോൾ. ഒരു ചോദ്യം, ഈ 2 മണിക്ക് ഒരു കാനിനകത്ത് പെട്രോളും കൊണ്ട് വഴിയിൽ വെച്ച് എനിക്ക് വേണ്ടി കരുതിയ 1/2 ലിറ്റർ പെട്രോളൊന്നും വലിയ കാര്യമല്ല, പക്ഷെ അവിടെ അത് വലിയ കാര്യമാണ്. അവിടെ അത് വലിയ കാര്യമാണ്. ഞാനൊരു കാര്യം, 1000 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയാം, ദൈവം നിനക്ക് വേണ്ടി കരുതും. എത്ര പേർ വിശ്വസിക്കും? നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്. നിനക്ക് എന്താ, എവിടെ, എപ്പോൾ ആവശ്യമുണ്ടോ അത് റൈറ്റ് ടൈമിൽ ദൈവം കരുതി. ഓ, യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ഞാൻ ഒരിക്കൽ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് മീറ്റിങ്ങിന് പോവാം. എനിക്കൊരാളൊരു പുതിയൊരു ലോഗൺ കാറ് വാങ്ങിച്ചു തന്നു. ഡിണ്ടിക്കൽ ഇറങ്ങി ബാംഗ്ലൂർ ഹൈവേയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ മുഴുവൻ ലൈറ്റ് ഒന്നിച്ച് കത്തി. ഉച്ചയ്ക്ക് ഒരു 11:30, 11:45 കാണും. ഭയങ്കര ചൂട്. ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നിൽക്കുക. ഒരു വണ്ടി കൈ കാണിച്ച നൃത്തത്തിലെ കാര്യം, എല്ലാം 140, 150 മൈൽ സ്പീഡിൽ പോകുക. 4 ലൈൻ ഹൈവേയാ. എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന പുള്ളി ഒത്തിരി കൈ കാണിച്ച് നിർത്തി. ഞാനും ഇറങ്ങിന്ന് കൈ കാണിക്കും. കുറച്ച് വന്നപ്പോൾ ഒരു കാറ് കൊണ്ട് നിർത്തി. ഇവിടെ നിർത്തിയെങ്കിൽ 1 കിലോമീറ്റർ ദൂരെയാണ് നിന്നെ. അവൻ റിവേഴ്സ് വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ എവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, വണ്ടി കേടായി. വണ്ടി പൂട്ടി ചാക്കോലെടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വണ്ടി ഇവിടെ ഇടാൻ പറ്റത്തില്ല. പാസ്റ്റർ കയറിക്കോ. ഡ്രൈവറും കയറിക്കോ. ഞങ്ങൾ വണ്ടിയെ കയറി മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, വണ്ടി ഇങ്ങനെ ഇട്ടാ എന്തുവാ? പാസ്റ്റർ പേടിക്കണ്ട, പാസ്റ്റർ വന്ന കമ്പനിയുടെ ഇവിടുത്തെ സർവീസ് മാനേജരാണ് ഞാൻ പിള്ളേരെ വിട്ട് പേടിപ്പിച്ചോളാം. പിള്ളേരെ വിട്ട് വണ്ടി എടുപ്പിച്ചു തന്നു. വണ്ടിയുടെ ഒരു പാർട്സ് മാറി തന്നു. എനിക്ക് വീട്ടിൽ കൊണ്ടിരുത്തി പ്രാർത്ഥിച്ചു. നല്ല ആഹാരം തന്നു, ഒരു പോക്കറ്റ് മണിയും തന്നു. വണ്ടി ഫ്രീ ആക്കി ശരിയാക്കി തന്നു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. പിന്നെ ഇന്ന് വരെ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. 1000 അനുഭവം പറയാനുണ്ട്. അവൻ കരുതുന്ന ദൈവമാ. നാട് മുഴുവൻ നിന്നെ മറന്നാലും പേടിക്കരുത്. റൈറ്റ് ടൈമിൽ നിനക്ക് വേണ്ടി